പ്രേക്ഷകരോടാണ് പറയാനുള്ളത്? ഈ പ്രേക്ഷകരല്ലാതെ ഈ ഫാൻ ഫൈറ്റ് ചെയ്യുന്നവരില്ലേ, അവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മള് നമ്മുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ ഇഷ്ടമുള്ള ആളുകളെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അത് നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ച് നമ്മൾ ബാക്കിയുള്ളവരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചു താഴ്ത്തുക, അല്ലെങ്കിൽ സത്യം പോലും അല്ലാത്ത പല കാര്യങ്ങൾ പറയുക, അതിനോടൊന്നും ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം എൻ്റെ സംഭവം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് എന്താ പറയാ, കുറേ കുറേ ഞാൻ പോലും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ എന്നെ ഒന്നും വേണ്ട. ഞാൻ ഇന്നലെ എടുത്ത ഇന്റർവ്യൂസിൽ പോലും, ഇന്നലെ എടുത്ത ഇതിൽ പോലും അതിന്റെ ഹെഡിങ് ഒക്കെ എന്തൊക്കെയോ ആണ്. അത് തുറന്നു നോക്കിയാൽ അതിൽ പറയുന്നത് ഞാൻ വേറെ എന്തോ, അതിന്റെ ഹെഡിങ് വേറെ എന്തോ. അതാണ് ഇപ്പൊ അവസ്ഥ. എനിക്ക് തോന്നുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ ദിൽഷയുടെ പല ഇഷ്യൂസും സോൾവ് ആയെന്ന് തോന്നുന്നു അല്ലേ? എല്ലാം ഇത്ര സമയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ എല്ലാത്തിനും ദിൽഷയ്ക്ക് മേലുണ്ടായ ആരോപണങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും കുറെ പേര് പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. ഞാനിപ്പോ അതൊന്നും നോക്കുന്നില്ല. ഞാൻ എന്റെ കരിയറിലാണ് ഇപ്പോഴും കൂടുതൽ. കാരണം ഇപ്പൊ ജാസ്മിൻ ആണെങ്കിലും ആരാണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഈ സോഷ്യൽ മീഡിയയിലൊന്നും അധികം ഇൻവോൾവ് പിന്നെ ഓക്കെ ആയി. കാരണം പിന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം, അല്ലാതെ വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല. നമ്മൾ തന്നെ ഇറങ്ങി തിരിക്കുക നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് കൊണ്ടുതരാൻ ആരും ഉണ്ടാവില്ല, നമ്മളേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാനും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, അതിലോട്ട് എത്താൻ വേണ്ടി ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു. ഇപ്പം അതിലോട്ട് പൊക്കോണ്ടിരിക്കും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ജാസ്മിൻ ആണെങ്കിലും ഇപ്പൊ വിൻ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവിടെ ഒരുപാട് അറ്റാക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇപ്പൊ ജിൻഡോ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും ഈ ഫൈനൽ 5-ൽ എത്താന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്, ഉള്ളിൽ കയറിയാലാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യം. അപ്പൊ ഈ 5 100 ഡേയ്സ് തികയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിൽ ആർക്ക് കിട്ടിയാലും. ഈ ബിഗ് ബോസിലേക്ക് വരുന്നവരോട് ഒരു അഡ്വൈസ് ഉണ്ട്? കാരണം ദിൽഷ ഒരുപാട് അനുഭവിച്ചു, അതിനെ ഓവർകം ചെയ്തു. അവർക്ക് ഒരു അഡ്വൈസ് ഉണ്ട്? അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ. കാരണം ഞാൻ അവിടെ പോയത് ഞാനായിട്ടാണ്. എനിക്ക് പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളോ അതിനെ കുറിച്ചൊന്നും ഞാൻ ഒരുപാട് തിങ്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഗെയിം തിങ്ക് ചെയ്തെല്ലാം പ്ലാൻ ചെയ്ത് പോകുന്നവരും ഉണ്ട്. പിന്നെ നമ്മളുടെ പ്ലാനിങ് എല്ലാം നടക്കണം എന്നില്ല. അത് പൊളിക്കാൻ അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അതാണ് നല്ലത്. കാരണം അവിടെ വന്നാൽ മേ ബി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പ്ലാൻ കിട്ടുമായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കുന്നതെല്ലാം അവിടെ നടക്കണം എന്നില്ല. കമ്പയറിംഗ് ഒന്നുമില്ല. എല്ലാ സീസണും അതിൻ്റെതായ ഒരു ഇതുണ്ട്. എന്റെ സീസണാണ് എനിക്ക് സ്പെഷ്യൽ. കാരണം ഞാൻ ആ സീസണിലും എന്റെ കൂടെ ഉള്ളവരാണ് എനിക്ക് സ്പെഷ്യൽ. എന്ന് വെച്ചാൽ എല്ലാ സീസണിലും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ, ഉറപ്പായിട്ടും. നല്ല കാര്യം. കാരണം ഇപ്പം ജിൻഡോ ചേട്ടനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവിടെ.